അവതാർ ഫയർ ആൻഡ് ആഷ് അങ്ങനെ ഇതിൻ്റെ പ്രീമിയർ ഷോ കഴിഞ്ഞിരിക്കുകയാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ആവറേജ് അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം വിഷ്വൽസ് ആർ സ്റ്റണ്ണിങ്, ആ കാര്യത്തിൽ ഒരു മാറ്റമില്ല, അടിപൊളി വിഷ്വൽസ് തന്നെയാണ്. പക്ഷേ അതിൽ കൂടുതലൊന്നും ഇല്ല. സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒട്ടും ഇമ്പ്രൂവ് ആയിട്ടില്ല. ഫസ്റ്റ് പാർട്ട് നമുക്കറിയാം വിയറ്റ്നാംകാരുടെ കോപ്പിയാണ്, കോപ്പിയാണെന്ന് പറയുമ്പോഴും ചിലർ പറയുന്നു എല്ലാം അതിനെപ്പറ്റി വലിയൊരു ഡിബേറ്റ് നടന്നെടുക്കുന്നുണ്ട്. ബട്ട് ചില സീനൊക്കെ കട്ട് ആൻഡ് പേസ്റ്റ് ആണ്. സ്റ്റോറി മാത്രമല്ല, ഈവൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഈ അവതാർ വേ ഓഫ് വാട്ടർ കഴിഞ്ഞ് ഇപ്പോൾ അവതാർ ഫയർ ആൻഡ് ആഷിലേക്ക് വരുമ്പോൾ സ്റ്റോറി വൈസ് കാര്യമായിട്ട് ഒന്നും ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല. വിഷ്വൽസ് മാത്രം, അതായത് വിഷ്വൽസ് മാത്രം വെച്ച് നമുക്ക് ഒരിക്കലും ഒരു സിനിമ, കാരണം ഇത്രയും ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമ, കാരണം നമുക്കറിയാം അവതാർ 2 തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടമാണ്, എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. ഇത് 3 മണിക്കൂറോ മറ്റോ പടമാണ്. ചുമ്മാ ഇങ്ങനെ നീട്ടി കൊണ്ട് ഒരു ഫൈനൽ ബാറ്റിലൊക്കെ ഉണ്ടാകുമ്പോഴേ നമുക്കൊരു കാണുമ്പോൾ ഒരു ഉന്മേഷം ഉണ്ടാവുള്ളൂ. കാരണം അവതാർ വാട്ട് ഇറ്റ്സ് മേക്ക് അവതാർ സോ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ആ വിഷ്വൽസ് മാത്രമല്ല, അന്നത്തെ കാലത്ത് ആ ഒരു 2009 ആ വിഷ്വൽസ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് തന്നെയായിരുന്നു. പക്ഷേ അത് മാത്രമല്ല, അത് കൂടാതെ തന്നെ ഒരുപാട് നല്ല ആക്ഷൻ സീക്വൻസ് ഒക്കെ ആ ക്ലൈമാക്സിനോട് ചേർന്നിട്ടൊക്കെ അടിപൊളി സീൻ ഉണ്ടായിരുന്നു. പിന്നെ ആ റെഡ് ഡ്രാഗണെ പിടിക്കാൻ പോകുന്ന സീൻ, അങ്ങനെ ഒരുപാട് ഗൂസ് ബംസ് വരുന്ന ഒരുപാട് സീനുകളൊക്കെ ഉണ്ട്. പക്ഷേ എന്താ ഈ ഫയർ ആൻഡ് ആഷിലേക്ക് വരുമ്പോൾ പറയാനിപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് പ്ലെയിൻ അനദർ കണ്ടിന്യൂഷൻ ഓഫ് അവതാർ വേ ഓഫ് വാട്ടർ, അത്രയേ ഉള്ളൂ. പിന്നെ ഇത്തവണ റൺ ടൈം കുറച്ചും കൂടി കുറവാണ്. ജസ്റ്റ് കോമഡി എന്ന് വെച്ചാൽ ജെയിംസ് കാമറൂണോട് ഒരാൾ ചോദിച്ചു ഈ പ്രീമിയറിങ്ങിനിടയിൽ എന്താണ് 4ൻ്റെ 5ൻ്റെ അവസ്ഥ എപ്പോൾ വരുന്നു. അതേ തന്നെ മനസ്സിലായി ഈ 3 തന്നെ നല്ലോണം കളക്ട് ചെയ്യാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഓടാൻ പോകുന്നില്ല ബോക്സ് ഓഫീസിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ വെച്ചാൽ നിങ്ങളത് ഇപ്പോൾ എന്നോട് ചോദിക്കാൻ പാടില്ല, വേണമെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് ചോദിക്കും, ഞാനിതിൻ്റെ വർക്ക് ഇപ്പോൾ തീർത്തിട്ടല്ലേ ഉള്ളൂ. അങ്ങനെയാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. കാരണം അത് തീർത്തും അതിൽ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് കോൺഫിഡൻസ് കുറഞ്ഞു ഈ അവതാർ ഫയർ ആൻഡ് ആഷ്. കാരണം ബഡ്ജറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം വേ ഓഫ് വാട്ടറിന് അത്രയുണ്ട്. സോ കളക്ഷനും അത്രയും പോയിട്ടില്ലെങ്കിൽ ഇതൊരു ബ്രേക്ക് ഈവൺ ആകുമ്പോൾ ചാൻസ് കുറവാണ്. അങ്ങനെയുള്ളപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഐ തിങ്ക് വേറൊരു ഇൻ്റർവ്യൂ ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ 4ൻ്റെ 5ൻ്റെ ഷൂട്ടിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്നാണ്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് അങ്ങനെ ചോദിക്കാനേ പാടില്ല എന്നാണ്. കാരണം എന്താ വെച്ചാൽ അത് ഷെൽവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം വെറുതെ ഒരു സ്റ്റോറി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇറ്റ് ഹാസ് സംതിങ് ഡീപ്പർ ഇൻസൈഡ്. ഇത് വെറുതെ ഈ ജെയ്ക്സ് ഉള്ളിയുടെ ഈ കുടിയേറ്റവും അവൻ്റെ രക്ഷപ്പെടലും അത് മാത്രം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിനേക്കാളും പുറമേ ഒരു നല്ലൊരു ഡീപ്പായിട്ടൊരു കഥ, നല്ല അടിപൊളി ആക്ഷൻ സീൻസ്, ആ ആക്ഷൻ സീൻസ് ചുമ്മാ വെച്ചാൽ പോരാ, അതിന് സ്റ്റോറി അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഫ്ലോപ്പാവാൻ ചാൻസ് ഇല്ല. കാരണം നമുക്കറിയാം 3D സിനിമയാണ്. സോ അതുകൊണ്ടായാലും പിന്നെ ഒരു ഫാൻസ് ഉണ്ട്, കുട്ടികളുടെ ഇടയിലായാലും ഇതിനൊരു ഫാൻസ് ഉണ്ട്. ആ ഒരു വിഷ്വൽ സ്പെക്ടക്കിൾ തിയേറ്ററിൽ പോയി കാണുന്ന ആളുകൾ തീർച്ചയായും കാണൊരു, പക്ഷേ ഒരു വലിയൊരു സംഭവം ആവാനോ ഒരു ഹിറ്റ് ആവാനോ ഇത് പോകുന്നില്ല. കാരണം നമുക്ക് എപ്പോഴും മനസ്സിലായി വെച്ചാൽ ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തൊട്ട് ഇപ്പോൾ അടുത്ത ആഴ്ചയാണ് ഇതിൻ്റെ തിയേറ്ററൊക്കെ റിലീസ്. അടുത്ത ആഴ്ച ഡിസംബർ 18-ന്. ഒരു ഹൈപ്പും ഇല്ല, ലൈക്ക് ലിറ്ററലി ആരും സംസാരിക്കുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇപ്പം ആകെ ഈ ഒരു അവതാറിൻ്റെ ഹൈപ്പ് എന്ന് വെച്ചാൽ അതിൻ്റെ തുടക്കത്തിൽ അവഞ്ചേഴ്സ് ഡൂംസ്ഡേൻ്റെ ട്രെയിലർ കാണിക്കുന്നത് മാത്രമാണ് അവതാർ ഫയർ ആൻഡ് ആഷിൻ്റെ ഹൈപ്പ്. അതല്ലാതെ ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല. സോ ഡൂംസ്ഡേയുടെ ട്രെയിലർ കാണണമെങ്കിൽ നിങ്ങളിത് പോയി കാണുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാനീ പറയുന്ന റിവ്യൂ ഒന്നും സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടതല്ല കേട്ടോ. ഞാൻ യൂട്യൂബിലൂടെ അല്ലാത്തുള്ള സോഴ്സിലൊക്കെ അന്വേഷിച്ചറിഞ്ഞ റിവ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഡൂംസ്ഡേ ട്രെയിലർ കാണണോ പോയി കണ്ടോളൂ. നിങ്ങളൊരു അവതാർ ഫാൻസ് ആണോ, അല്ലെങ്കിൽ ഇത്രയും വിഷ്വൽസൊക്കെ തിയേറ്ററിൽ പോയി കാണണോ, തീർച്ചയായും കാണും. വേ ഓഫ് വാട്ടർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളിത് കാണണ്ട. ഇഫ് ഇറ്റ്സ് നോട്ട് ഫോർ ഡൂംസ്ഡേ നിങ്ങളിത് കാണണ്ട. അത്ര എനിക്ക് പറയാനുള്ളൂ.